നമ്മുടെ വർക്ക് സ്പേസിലെ പണികളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കഴിഞ്ഞു പോയത്. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ലോഗോ ഡിസൈനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലോഗോ ഒക്കെ സെറ്റായപ്പോൾ തന്നെ പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. അച്ഛനെ കൊണ്ട് നേരെ വരപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ കേക്ക് ബിയിലെ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ എൻ്റെ അച്ഛൻ്റെ വരകൾ തന്നെയാണ്. അങ്ങനെ പറയാനാണ് എനിക്ക് ഏറെ കൂടുതൽ ഇഷ്ടം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ബി സെറ്റാക്കി തന്നതിന് ശേഷം ഇനാഗുറേഷനും കഴിഞ്ഞ് അച്ഛൻ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഗൾഫിലോട്ട് പോയിട്ടുണ്ട്. ഇനി പടം വരെയും പരിപാടികളൊക്കെ അവിടെയാണ്. ഒരു 7 വർഷം പുറകിലോട്ട് പോയാൽ ഇന്നത്തെ നമ്മുടെ കേക്ക് ബി ഒക്കെ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ അതാണെന്ന് എടുത്തു പറയാം. അന്ന് അച്ഛൻ ഗൾഫിലാണ്. ഞാനന്ന് കോളേജിൽ പഠിച്ചിറങ്ങുന്ന സമയം എനിക്കന്നൊരു 20-21 വയസ്സുണ്ടാവുള്ളൂ. ആ ടൈമിൽ കണ്ടമാനം യൂട്യൂബിൽ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമായിരുന്നു. സത്യം പറഞ്ഞ ഒരു കേക്ക് പോലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അന്ന് അച്ഛനോട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അന്ന് ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത സമയമാണ്. എങ്കിലും എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അച്ഛൻ കുറച്ച് പൈസ എടുത്ത് എൻ്റെ കയ്യിലോട്ട് നിന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണമെന്നുള്ള എല്ലാം ചെയ്തോളാം. അച്ഛനെന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ ആഗ്രഹങ്ങളൊക്കെ അവിടെ കഴിയുമായിരുന്നു. അച്ഛൻ്റെ നിന്ന് കിട്ടിയ ആ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് മുന്നോട്ടുള്ള എല്ലാ വർക്കിനും എന്നെ നയിച്ചത്. അതുമാത്രമല്ല, അന്ന് അച്ഛനായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന കേക്ക് ബി എന്ന എൻ്റെ സ്വപ്നത്തിന് ചിറകായത് എൻ്റെ ഒപ്പം നിന്ന് ഈ റിബൺ കട്ട് ചെയ്യുന്ന ഈ ഒരു മനുഷ്യൻ എൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കഥയും അച്ഛൻ്റെ വരെയും വീഡിയോസും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം അത്രേ ഉള്ളൂ.